മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ് നമ്മോടൊപ്പമുള്ളത്. ശ്രീ കൊടിക്കുന്നിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി യു.ഡി.എഫിനെ ആരോപിക്കുന്നു, പ്രത്യേകിച്ചും കോൺഗ്രസിനെ. CAA വിഷയത്തിൽ ആണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഇന്നിപ്പോൾ KPCC പ്രസിഡന്റിന്റെ ചുമതലയുള്ള യു.ഡി.എഫ് കൺവീനർ MM ഹസനെയും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. CAA കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് അത് തങ്ങൾക്ക് മനസ്സില്ല എന്നാണ് MM ഹസൻ പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയന്റെ അത്തരത്തിലുള്ള പരാമർശം തെറ്റാണ്. CAA കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടുണ്ട്. പാർലമെന്റ് CAA ബിൽ വന്നപ്പോൾ ഞങ്ങളതിനെ ശക്തമായി എതിർക്കുകയും ബില്ല് അവതരണത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തവരാണ്. അതിനുശേഷം ബില്ല് പാസ്സാകുന്ന സമയത്ത് ഞങ്ങൾ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതാണ്. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെയധികം ക്ലാരിറ്റിയുള്ളതാണ്. എന്നാൽ CAAക്കെതിരെ സമരം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയൻ ഗവൺമെന്റ് അവരുടെ പേരിൽ UAPA ചുമത്തി കേസെടുത്തു. അത് പിൻവലിക്കാതെ ഇതുവരെ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ CAA രഹസ്യമായും പരസ്യമായും മോഡിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയനാണ്. കോൺഗ്രസുകാരുടെ മനസ്സ് സംഘപരിവാർ മനസ്സാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. സംഘപരിവാർ മനസ്സുള്ളത് CPMനും പിണറായി വിജയനുമാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ED ഇതുവരെയും ബാക്കിയുള്ള പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെല്ലാം ED ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്തും അതിനുശേഷമുള്ള ലൈഫ് മിഷൻ വിവാദങ്ങളും അതുപോലെ തന്നെ CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി ഈ വിഷയത്തിലൊന്നും ED ഇതുവരെയും പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് കാരണം പിണറായി വിജയനും BJP തമ്മിലുള്ള അന്തർധാരതയാണെന്നുള്ള കാര്യത്തിൽ ഏത് കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഒപ്പം തന്നെ CPIഎമ്മും കൈകോർത്ത് മത്സരിക്കുമ്പോൾ കേരളത്തിലാണ് പ്രധാനമായും UDFും LDFും തമ്മിൽ മത്സരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നു. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് എത്രമാത്രം ദോഷകരമായിട്ട് ബാധിക്കുമത്? ദേശീയ തലത്തിൽ CPMനാകെ മത്സരിക്കാനുള്ള കെൽപ്പുള്ളത് അല്ലെങ്കിൽ ത്രാണിയുള്ളത് കേരളത്തിൽ മാത്രമാണ്. ബാക്കി ബംഗാളിലും ത്രിപുരയിലൊന്നും CPMന് ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ ഉള്ള ശക്തിയില്ല, സ്വാധീനമില്ല. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസുമായി ചേർന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ത്യ സഖ്യത്തിൽ ചേർന്ന് കോൺഗ്രസൊപ്പം മത്സരിക്കുന്നത്. ഇവിടെ CPMന്റെ സംഘടന സ്വാധീനം നഷ്ടപ്പെടാത്തതുകൊണ്ട് പിണറായി വിജയന്റെ ഒരു നേതൃത്വത്തിൽ ഇവിടെ CPM മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇവിടെ അവർക്ക് ഇന്ത്യ സഖ്യം ഇല്ലെങ്കിലും അവർക്ക് മത്സരിക്കാനുള്ള സംഘടനാ ശേഷിയുള്ളതുകൊണ്ട് ഇവിടെ അവർ അങ്ങനെ നിൽക്കുന്നു, ഇന്ത്യ സഖ്യത്തിൽ ചേരാതെ നിൽക്കുന്നു. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ CPM വളരെ ദുർബലമാണ്. അതുകൊണ്ട് അവർക്ക് കോൺഗ്രസിന്റെ സഹായമില്ലാതെ മത്സരിക്കാൻ പറ്റില്ല. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ട്രെൻഡ് എങ്ങനെയാണ്? ഇനിയിപ്പം 3 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ പ്രചാരണം അവസാനിക്കാൻ. എല്ലാ പോയിന്റുകളിലും അങ്ങ് ഓടിയെത്തുന്നുണ്ട്, പ്രവർത്തകർ ധാരാളം കൂടെയുണ്ട്. എങ്ങനെയാണ് 8ാമതൊരു വിജയം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ്? തീർച്ചയായും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 പ്രാവശ്യം തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ്, ഹാട്രിക് വിജയം നേടിയ മണ്ഡലമാണ്. ഇത്തവണയും അതിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. ഇത്തവണയും UDFന്റെ വിജയം തന്നെ ഇവിടെ ആവർത്തിക്കും. UDFന്റെ വിജയം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ആവർത്തിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.